ഇതൊരു അനുഭവമാണ്. ദൈവം മനുഷ്യർക്കിടയിലേക്കാണ് ഇറങ്ങി വരുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് വിശ്വാസവും തെയ്യവും മനുഷ്യനും ദൈവവും തമ്മിലുള്ള അതിരുകൾ മായുന്ന ഒരു സ്ഥലമാണിത്. മുത്തപ്പൻ ഒരു ദൈവം മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ പ്രതിനിധിയാണ്. ഇതൊരു നൃത്തമല്ല, ഇതൊരു വിശ്വാസമാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്ന നിമിഷം. ജാതിയില്ല, മതമില്ല, വിശ്വാസം മാത്രം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രശസ്ത ക്ഷേത്രം. മുത്തപ്പൻ ഒരു പരമ്പരാഗത ദൈവരൂപമാണ്. ശിവനും വിഷ്ണുവും ഒന്നിച്ചുള്ള അവതാരമായി മുത്തപ്പനെ കണക്കാക്കുന്നു. കേരളത്തിലെ മറ്റ് ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായി മുത്തപ്പൻ സാമാന്യ ജനങ്ങളുടെ ദൈവം എന്നാണ് വിശ്വാസം. ഇവിടെ വർഷം മുഴുവൻ തെയ്യം നടക്കുന്നു. പുലർച്ചെ മുതൽ രാത്രി വരെ ദർശനം. ജാതി, മതം, വർഗം നോക്കാതെ എല്ലാവർക്കും പ്രവേശനം. മുത്തപ്പൻ്റെ ആരാധനയിലെ പ്രത്യേകതയാണ് മദ്യം, മീൻ, മാംസം ഇവയെ ദൈവത്തിന് നിവേദ്യമായി അർപ്പിക്കുന്നു. ഇത് മുത്തപ്പൻ സാധാരണ മനുഷ്യരോട് അടുത്ത ദൈവം ആണെന്നതിന് അടയാളമാണ്. വിശ്വാസമനുസരിച്ച് ആരോഗ്യം, സമാധാനം, കുടുംബ ഐക്യം, തൊഴിൽ വിജയം എന്നിവയ്ക്കായി ക്ഷേത്രത്തിന് ഗോപുരമോ ശാസ്ത്രീയ ക്ഷേത്ര ഘടനയോ ഇല്ല. ആചാരങ്ങൾ വളരെ ലളിതം. ഭക്തരും ദൈവവും തമ്മിൽ അകലമില്ല. ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന അനുഭവം. നീതിയില്ലായ്മയും അന്യായവും നിറഞ്ഞ കാലത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ ഭൂമിയിലിറങ്ങിയ ദൈവമാണ് മുത്തപ്പൻ. അദ്ദേഹം രാജാവല്ല, സന്യാസിയല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മുത്തപ്പൻ തെയ്യം. വർഷം മുഴുവൻ തെയ്യം നടക്കുന്നു. ദൈവം നേരിട്ട് സംസാരിക്കുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു. ഇവിടെ ജാതിയോ മതമോ ചോദിക്കില്ല. മുത്തപ്പന് നിവേദ്യമായി മീനും മദ്യവും അർപ്പിക്കുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലമില്ലായ്മയുടെ പ്രതീകമാണ്. ഗോപുരമില്ല, ആഡംബരമില്ല. പക്ഷേ ഇവിടെയുള്ളത് ശുദ്ധമായ വിശ്വാസം മാത്രം. നീതിയുടെയും സമത്വത്തിൻ്റെയും ദൈവം പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ഒരിക്കൽ വന്നാൽ വീണ്ടും വരണം എന്ന് തോന്നിക്കുന്ന ഒരു ദൈവസാന്നിധ്യം. പ്രകൃതിയുടെ ശാന്തതയും ആത്മീയതയും ഒരുമിച്ച് അനുഭവപ്പെടുന്ന ഒരു അപൂർവ ദൈവസാന്നിധ്യമാണ് ഇവിടം. മറ്റ് ക്ഷേത്രദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായി മുത്തപ്പൻ രാജാവല്ല, സന്യാസിയല്ല, ബ്രാഹ്മണ ദൈവവുമല്ല. സാധാരണ മനുഷ്യരോടൊപ്പം ജീവിച്ച ദൈവം എന്നാണ് മുത്തപ്പൻ്റെ സങ്കല്പം. ദളിതരും ബ്രാഹ്മണരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ മുത്തപ്പനെ ആരാധിക്കുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കണ്ണൂർ. തെയ്യങ്ങളുടെ നാട്, ജീവിച്ചിരിക്കുന്ന ദൈവസങ്കല്പങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നു. 4000-ലധികം തെയ്യരൂപങ്ങൾ, ഗ്രാമദേവതാ സംസ്കാരം, സമത്വചിന്ത ഇതെല്ലാം ഇന്നും ജീവനോടെ കണ്ണൂരിൽ നിലനിൽക്കുന്നു. കണ്ണൂർ എന്ന് പറയുമ്പോൾ മുത്തപ്പനെ ഒഴിവാക്കി പറയാൻ കഴിയില്ല. കണ്ണൂരിലെ സാധാരണ ജനങ്ങൾ അന്യായത്തിനും ചൂഷണത്തിനും ഇരയായിരുന്ന കാലത്ത് നീതിക്ക് വേണ്ടി അവതരിച്ച ദൈവമാണ് മുത്തപ്പൻ. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ തെയ്യരൂപങ്ങളിൽ ഒന്നാണ് മുത്തപ്പൻ തെയ്യം. കണ്ണൂരിലെ തെയ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന ആശയം ഏറ്റവും ശക്തമായി പ്രത്യക്ഷപ്പെടുന്നത് മുത്തപ്പനിലൂടെയാണ്. മുത്തപ്പൻ ആരാധനയിൽ ജാതി ചോദിക്കില്ല, മതം ചോദിക്കില്ല, പദവി ചോദിക്കില്ല. എല്ലാവരും ഒരുപോലെ. കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ആരാധനയുടെ കേന്ദ്രമാണ്. വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലാളിത്യത്തിൻ്റെയും ജനകീയ വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ്. കാടിലൂടെ സഞ്ചരിക്കുന്ന ദൈവം, പുഴക്കരയിൽ വിശ്രമിക്കുന്ന ദൈവം. മുത്തപ്പൻ ഒരു ദൈവം മാത്രമല്ല, ഒരു സാമൂഹ്യ സന്ദേശമാണ്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരാണ് തെയ്യം. 400-ലധികം തെയ്യരൂപങ്ങൾ. ഇവിടെ ദൈവം പ്രതിമയല്ല, മനുഷ്യ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന ശക്തിയാണ്. ഈ തെയ്യങ്ങളിലൊക്കെയും ഏറ്റവും ജനകീയനും ഏറ്റവും മനുഷ്യനോട് അടുത്തു നിൽക്കുന്ന ഒരു ദൈവമാണ് മുത്തപ്പൻ. ശിവനും വിഷ്ണുവും ഒന്നിച്ചുള്ള അവതാരം, വേട്ടയാടുന്ന ദൈവം. ഇതാണ് മുത്തപ്പൻ. അദ്ദേഹം മനുഷ്യനിൽ നിന്ന് അകലെയല്ല, മനുഷ്യനോടൊപ്പം തന്നെയാണ്. മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്ന സമയത്ത് ദൈവം ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നതാണ് വിശ്വാസം.
ദൈവവാക്കുകൾ, നേരിട്ട ആശീർവാദം. ഇവിടെ ജാതിയും മതവും ഇത് കണ്ണൂരിൻ്റെ സാമൂഹ്യ ചിന്തയാണ്. അതിൻ്റെ ആത്മീയ രൂപമാണ് മുത്തപ്പൻ. കണ്ണൂർ ഒരു നാടല്ല, ഒരു സന്ദേശമാണ്. മുത്തപ്പൻ ഒരു ദൈവമല്ല, ഒരു ആശയമാണ്. ദൈവം മനുഷ്യനോട് അകലെയല്ല എന്ന ലോകത്തിന് നൽകുന്ന സന്ദേശം.